ഓണത്തിന് ഏതായാലും അധിക ദിവസങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ ഇന്ന് ഓണസാധനങ്ങൾ വാങ്ങാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം പോയത് സപ്ലൈകോയിലായിരുന്നു. അപ്പൊ നല്ല തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ വീട്ടിലേക്ക് വരാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ഇറങ്ങി ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് ദേ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് 3 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വീട്ടിൽ വന്നപ്പോൾ അമ്മയൊന്നും അവിടെ ഇല്ലായിരുന്നു. കുഞ്ഞൂസ് സ്കൂൾ വിട്ട് വരുന്ന ടൈം ആയതുകൊണ്ട് അവളെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. തന്നെ അവരെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ ഡ്രാഗൺ ഫ്രൂട്ട് പഴുത്ത് നിപ്പുണ്ടായിരുന്നു. അങ്ങനെ അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ദേ ചീമച്ചക്കയും വിളഞ്ഞു നിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതിനെ പറിക്കാനായിട്ട് അമ്മയെക്കാളും ഉള്ള ഒരു തോട്ടയോ എടുത്ത് പോരാളി അങ്ങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ പോരാളി ഇതേ അത് ഞാൻ പറിച്ചിടാന്നും പറഞ്ഞ് സുനിയണ്ണ ദേ ഏറ്റു വാങ്ങി സുനിയണ്ണൻ പറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. നിറച്ച് ചീമച്ചക്ക കായ്ച്ചതായിരുന്നു. പക്ഷെ ഈ മഴ സീസൺ ആയതുകൊണ്ട് മൊത്തം മൂട്ടിൽ പൊഴിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. ഏതായാലും 2 ചക്ക കിട്ടി. അതെല്ലാം പറിച്ച് റെഡിയായി വന്നപ്പോഴത്തേക്കും ദേ കുഞ്ഞൂസിന് ട്യൂഷന് പോകാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവളെ ആക്കാനായിട്ട് ട്യൂഷൻ ആക്കാനായിട്ട് അച്ഛൻ അവളെയും കൊണ്ട് പോയി. പിന്നെ അതിന്റെ പിറകെ നിന്ന് തന്നെ ഞങ്ങളും ഇനി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സാധനങ്ങളെല്ലാം വാങ്ങി ഞാൻ ദേ ബേക്ക് സീറ്റിലാണ് ഇട്ടിരുന്നത്. കാരണം ഡിക്കി എപ്പോഴും തുറക്കാൻ പാട് കരുതി ഞാൻ അങ്ങ് ബേക്കിലോട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനെല്ലാം പറക്കി ഇതേ അകത്ത് കൊണ്ട് വെക്കുവാണ്. എന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ നമുക്ക് ഇനി ഒരു പാലുകാച്ചുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇതേ പാലുകാച്ചിന് പോവുകയാണ്. അപ്പൊ ദേ ഇതാണ് ഇതിന്റെ കുടുംബനാഥൻ. കുടുംബനാഥൻ ഈ നിൽക്കുന്നതാണ്. നമ്മൾ വരാൻ താമസിച്ചു എന്നും പറഞ്ഞ് പരാതി പറയുവാണ്. എന്നിട്ട് ആ പരാതിയൊക്കെ കേട്ടിട്ട് ഇതേ നമ്മൾ വീട്ടിന്റെ അകത്തോട്ട് കയറുവാണ്. നല്ല അടിപൊളി വീടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ അഭിപ്രായം എനിക്ക് മാത്രമല്ല വന്ന എല്ലാവർക്കും ഇതേ അഭിപ്രായം തന്നെയായിരുന്നു. നല്ല ഒതുക്കത്തിലുള്ള ഒരു നല്ല 2 നില വീട്. അതിന്റെ അകത്തുള്ള ഇന്റീരിയർ വർക്കൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാം ഒന്നിനൊന്നും മിച്ചത്തിലുള്ള രീതിയിലുള്ളായിരുന്നു. പിന്നെ വെളിയിലത്തെ ആ അടുക്കളയും അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൽ മുകളിൽ സ്റ്റെപ്പിലോട്ട് കയറി പോകുമ്പോഴത്തേക്ക് എല്ലാം അടിപൊളി. ഈ ലൈറ്റൊക്കെ ഇട്ടേക്കുന്നത് കാണാൻ ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ്. അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഇഷ്ടപ്പെട്ടത് ദേ ഈ ബാൽക്കണിയിൽ ഇറങ്ങി പോകുമ്പോൾ അവിടെ ദേ ഒരു ഊഞ്ഞാലയൊക്കെ ഇട്ട് നല്ല രസമാണ്. പിന്നെ ഊഞ്ഞാല് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം കൊച്ചു കുട്ടികളെ കണക്കായിപ്പോയി. അങ്ങനെ ദേ നമ്മളെ ഓരോരുത്തരായിട്ട് ആ ഊഞ്ഞാലി ഇരുന്ന് ഇങ്ങനെ ആടി രസിക്കുവാണ്. നമ്മൾ വൈകുന്നേരം വന്നതുകൊണ്ട് അധികം ആളില്ലാത്തത് കൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ നല്ല ചുറ്റി നടന്ന് നല്ലതുപോലെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഊഞ്ഞാലൊക്കെ ആടിയതിന് ശേഷം പിന്നെ താഴോട്ട് പോയി ദേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഡൈനിങ് ടേബിൾ അടിപൊളി. അത് കഴിഞ്ഞ് നേരെ ഫുഡ് അടിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മസാല ദോശ, വട, സാമ്പാർ, ചമ്മന്തി, സേമിയ പായസം, ചായ ഇതൊക്കെ ആയിരുന്നു വൈകിട്ടത്തെ ഫുഡ്. അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ബെറോട്ട ഉണ്ടായിരുന്നു. പിന്നെ അതിന് സങ്കടമാവണ്ടല്ലോ എന്ന് പറഞ്ഞ് പിന്നെ ഓരോ ബെറോട്ടയും കൂടെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ചിറങ്ങിയപ്പോൾ ഒരു സൈഡിലേക്കായിട്ട് എവിടെയോ കണ്ട ഒരു പരിചയം. അങ്ങനെ അടുത്ത് പോയി നോക്കിയപ്പോൾ എവിടെയോ കണ്ട പരിചയമല്ല, നല്ല പരിചയം. അങ്ങനെ അവനെ കഴിക്കാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് ചളി അടിച്ചിട്ട് പിന്നെ അവരോട് യാത്രയും പറഞ്ഞ് ഇറങ്ങി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.